അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റഷ്യയിൽ യുദ്ധം അണപൊട്ടിയിരിക്കുകയാണ്. റഷ്യ യുക്രൈനെ വിടുന്ന ലക്ഷ്യമില്ല. അല്ല, റഷ്യ യുക്രൈനെ വിടുന്ന ലക്ഷണമില്ല. ബൈഡനുള്ള സാഹചര്യത്തിൽ ബൈഡൻ സഹായിച്ചിരുന്ന യുക്രൈനെ. ഇപ്പൊ ട്രംപ് വരുന്നതോടെ ആ സഹായം നിൽക്കും എന്നുള്ളതാണ് യുക്രൈന്റെ പേടി. അതുകൊണ്ട് നാറ്റോ സംരക്ഷിച്ചാൽ മാത്രം യുദ്ധം തീരും എന്നാണ് സെലൻസ്കിയുടെ വാദം. സെലൻസ്കി എന്ന് പറഞ്ഞാൽ യുക്രൈന്റെ പ്രസിഡന്റ്. യുക്രൈൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുമെന്ന് നാറ്റോ സൈനിക സഖ്യം ഉറപ്പ് നൽകിയാൽ യുദ്ധത്തിൻ്റെ തീവ്രഘട്ടം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി പറഞ്ഞു. അങ്ങനെയൊരു കരാറിലൂടെ നാറ്റോ സുരക്ഷിത വാഗ്ദാനം ചെയ്യാമെങ്കിൽ യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി സൂചിപ്പിച്ചു. ബ്രിട്ടീഷ് മാധ്യമമായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ അധീനതയിലാക്കിയ പ്രദേശങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ തിരിച്ചുപിടിക്കാം, മറ്റു ഭൂപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാം. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് സെലൻസ്കി പറയുന്നു. അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ, ഏകദേശം 32 രാജ്യങ്ങളോളം നാറ്റോ രാജ്യങ്ങളുണ്ട്. ഈ നാറ്റോ രാജ്യങ്ങൾ ഏകീകൃതമായി യുക്രൈനൊപ്പം നിന്നാൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് വ്ളാദിമിർ സെലൻസ്കി പറയുന്നത്. അപ്പുറത്ത് തന്നെ വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. വ്ളാദിമിർ പുടിൻ വിടുന്ന ലക്ഷണമില്ല. ആണവായുധം വരെ പുള്ളി പരീക്ഷിക്കുക പറയണത്. പുള്ളിക്കെതിരെ ചൊറിഞ്ഞാൽ ഈ നാറ്റോ രാജ്യങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണത്. പുള്ളിക്കെതിരെ ചൊറിയാൻ വന്നാൽ ആണവായുധം വരെ പുള്ളി പ്രയോഗിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി ആണവായുധ നയം വരെ മാറ്റിയിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണവായുധം ഉള്ള രാജ്യത്തിനെതിരെ മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു നയം ഉണ്ടായിരുന്നു. പക്ഷെ യുക്രൈൻ ആണവായുധം ഇല്ല. അപ്പൊ യുക്രൈൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ആ നയം മാറ്റിയാണ് പുട്ടിൻ. അങ്ങനെയൊന്നുമില്ല, ആണവായുധം ഇല്ലാത്തവർക്ക് വേണ്ടി വെടിവെക്കും. ഒപ്പിടാണ് പുട്ടിനോടെ ആ പേപ്പറിൽ ഒപ്പിട്ടു സെറ്റ്. അതേസമയം അല്ല, യുക്രൈൻ ആണവായുധം കൊടുക്കാമെന്ന് പറഞ്ഞ വിവിധ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് റഷ്യനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ആരൊക്കെ കൂടിയാലും അവർക്കൊക്കെ പണിയുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക പിന്നെ ഡൊണാൾഡ് ട്രംപ് വരുന്നവരോട് അമേരിക്കയാണ് ഫണ്ട്. അമേരിക്കയിലെ ജനങ്ങൾ യുക്രൈന് സപ്പോർട്ട്. അമേരിക്കയിലെ തലവൻ ഡൊണാൾഡ് ട്രംപ് ആണോ. ബൈഡൻ ഭയങ്കര എതിർപ്പായിരുന്നു റഷ്യനോട്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് സപ്പോർട്ടാ. ട്രംപിന് ഇപ്പൊ നിയുക്ത പ്രസിഡന്റ് ചുമതല ഏൽക്കാൻ പോകുന്നുണ്ട്. ആ ഏൽക്കുന്നതോടുകൂടി പുട്ടിന്റെ ഒരു ബന്ധം കൂടുതൽ ഇങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് തോന്നുന്നത്. കാരണം പുട്ടിൻ തന്നെ സൂചന കൊടുത്തിരുന്നു, നിങ്ങളുടെ രാജ്യത്ത് തന്നെ നിങ്ങൾക്കെതിരെ വധശ്രമമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സുഹൃത്തെ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുട്ടിൻ പണി വരുന്നുണ്ട് അവറാച്ചെന്ന് ട്രംപിനോടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പുട്ടിൻ. അതുകൊണ്ട് പുട്ടിൻ ഡൊണാൾഡ് ട്രംപ് സൗഹൃദം വർദ്ധിക്കുന്നതോടെ യുക്രൈനാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. യുക്രൈന്റെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ മിസൈലടക്കം ബൈഡൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രംപ് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ മിസൈലൊക്കെ കൊടുത്ത് വേഗം വിട്ടോ, റഷ്യയിലേക്ക് വേഗം വിട്ടോ എന്നാണ് കൊടുത്തിരുന്നു. പക്ഷെ ഇനി അതൊക്കെയാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. റിപ്പബ്ലിക്സിന് ഒരു താല്പര്യമില്ല റഷ്യനെ ഈ പറയുന്ന ഒരു ശത്രുവായിട്ട് നിർത്താനായിട്ട്. അല്ല, ഡെമോക്രാറ്റിക് ആണ് ബൈഡൻ. അപ്പോൾ ഡെമോക്രാറ്റിക് ആൾക്കാർക്ക് റഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൂടാ, യുക്രൈൻ്റെ ഒപ്പം തന്നെയാണ്. പക്ഷേ റിപ്പബ്ലിക്കൻസ് വന്നതോടുകൂടി, ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി ഇപ്പോൾ യുക്രൈനോടുള്ള നിലപാടിൽ മാറ്റം വരാൻ പോവാണ്. ഇനി എന്തായാലും പുട്ടിനൊപ്പം അമേരിക്ക, പുട്ടിനൊപ്പം അമേരിക്ക എന്നുള്ളതല്ല, പുട്ടിനൊപ്പം പഴം, പുട്ടിനൊപ്പം പഴം. പക്ഷെ വ്ളാദിമിർ പുട്ടിനൊപ്പം ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക. ഓക്കെ, ശരിയാണ്. പക്ഷെ പുട്ടിനൊപ്പം എപ്പോഴും പഴം തന്നെ.